സന്യാസിവര്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഭാഗമായുള്ള മഹാസമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ആദ്യമേ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കട്ടെ. ഈ സമ്മേളനം നടക്കുന്ന ഘട്ടം വൈക്കം സത്യാഗ്രഹം, ആലുവ സർവമത സമ്മേളനം ഇവയുടെയൊക്കെ അനുഭവമെടുത്താൽ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തെ സമ്പുഷ്ടമാക്കിയ സുപ്രധാന സംഭവങ്ങളാണ്. ആ സംഭവങ്ങളുടെ ശതാബ്ദി ഘട്ടമാണ് ഇത് എന്ന് നമുക്കേവർക്കും അറിയാം. ആ ചരിത്ര സംഭവങ്ങൾ മുന്നോട്ട് വച്ച ആശയങ്ങളും അവയുടെ പശ്ചാത്തലത്തിൽ ഒരു നൂറ്റാണ്ട് മുൻപ് മഹാനായ ഗുരു ഉദ്ബോധിപ്പിച്ച കാര്യങ്ങളും എല്ലാം ഏറെ പ്രസക്തമായി തുടരുന്ന അത്തരമൊരു കാലത്താണ് ഈ സമ്മേളനം നടക്കുന്നത് എന്ന് നാം ഓർക്കണം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മതത്തിൻ്റെ പേരിലുള്ള ചിന്തകൾ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും നീങ്ങുന്നതിൻ്റെ റിപ്പോർട്ടുകളാണ് നിത്യേന പുറത്തു വരുന്നത്. വംശീയ വേർതിരിവുകളാലും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംഘർഷങ്ങളാലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ചോരപ്പുഴകൾ ഒഴുകുന്നുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, പാവപ്പെട്ട സാധാരണക്കാരായ ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഭാഗമായി ജീവൻ വെടിയേണ്ട അവസ്ഥ പോലും വന്നു ചേരുന്നുണ്ട്. മനുഷ്യർക്ക് വംശീയമായ വിദ്വേഷത്തിൻ്റെ തീജ്വാലകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിൽ ആ പ്രദേശത്തു നിന്ന് തന്നെ കൂട്ടപലായനം ചെയ്യുകയാണ്, ഓടിപ്പോവുകയാണ് ജീവൻ രക്ഷിക്കാനുള്ള വ്യഗ്രതയിൽ. ഇവിടെ എല്ലായിടത്തും ചോർന്നു പോകുന്നത് മനുഷ്യത്വമാണ്. അത് പാലസ്തീനിലായാലും അഫ്ഗാനിസ്ഥാനിലായാലും മണിപ്പൂരിലായാലും മറ്റെവിടെയായാലും ഓരോ വംശീയ സംഘർഷവും മുറിവേൽപ്പിക്കുന്നത് മനുഷ്യത്വത്തിനാണ്. ചോർന്നു പോകുന്ന മനുഷ്യത്വം മനുഷ്യരിൽ ഉൾച്ചേർക്കുവാൻ എന്താണ് വഴി? അത്തരമൊരു ആലോചനയിലേക്ക് നാം കടന്നാൽ ഗുരു സന്ദേശങ്ങൾക്കുള്ള പ്രസക്തി കൂടുതൽ വ്യക്തമായി വരും. ജാതിയുടെയും മതത്തിൻ്റെയും വംശത്തിൻ്റെയും പേരിൽ അക്രമം നടത്തുന്നവരിലേക്ക് പല മതസാരവും ഏകം എന്ന സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ തോതിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കും. കൊല്ലുന്നതും എങ്ങനെ ജീവികളെ എന്ന ഗുരുവിൻ്റെ കാവ്യശകലം എത്തിക്കാൻ ഇതോടൊപ്പം കഴിയേണ്ടതുണ്ട്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഗുരുവചനത്തിൻ്റെ വെളിച്ചവും എത്തിക്കാൻ കഴിയേണ്ടതുണ്ട്. മനുഷ്യാണാം മനുഷ്യത്വം ജാതി എന്ന മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വമാണ് ഗുരുവിൻ്റെ സന്ദേശം എത്തിക്കാൻ കഴിയണം. അതായിരിക്കും നിഷ്ഠുരതയെ മനുഷ്യത്വം കൊണ്ട് പകരം വെക്കാനും അങ്ങനെ വർഗീയ വംശീയ വിദ്വേഷങ്ങളെയും അവയുടെ അടിസ്ഥാനത്തിലുള്ള
നരമേധങ്ങളെയും ഒഴിവാക്കാനുള്ള വഴി. അതുകൊണ്ടാണ് ഗുരു സന്ദേശങ്ങൾക്ക് സാർവദേശീയവും സാർവകാലികവുമായ പ്രസക്തിയുണ്ട് എന്ന് പറയുന്നത്. ഗുരു ജീവിച്ച് മനുഷ്യത്വം പടർത്തിയ മണ്ണാണിത്. അതുകൊണ്ടാണ് കേരളത്തിൽ വംശീയ വിദ്വേഷം അത്ര ഭീകരമായ തോതിൽ ആളിപ്പടരാതിരിക്കുന്നത്. അതുകൊണ്ട് ആമുഖമായി തന്നെ പറയാനുള്ളത്, ഗുരു സന്ദേശങ്ങൾ ലോകമെമ്പാടും പടർത്താനുള്ള ശ്രമം നടത്തണമെന്നതാണ്. ഈ അടുത്ത കാലത്ത് ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി റോമിൽ ആഘോഷിക്കുകയും മാർപ്പാപ്പ ഉൾപ്പെടെ അതിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തത് ഏറെ ശ്ലാഘനീയമാണ്. അത്തരം മുൻകൈകൾ ശക്തിപ്പെടുത്താൻ ഈ ശിവഗിരി തീർത്ഥാടനം ഉതകേണ്ടതുണ്ട്. മതങ്ങൾ നിർവചിച്ചു വെച്ചതേയല്ല ഗുരുവിൻ്റെ ഈ നവയുഗധർമ്മം. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് അതുവരെ ഏതെങ്കിലും മതം പറഞ്ഞിരുന്നോ? ഇല്ല. സർവമതങ്ങളുടെയും സാരം ഏകമാണ് എന്ന് അതുവരെ ഏതെങ്കിലും മതം പറഞ്ഞിരുന്നോ? ഇല്ല. അപ്പോൾ വ്യക്തമാവുന്നത് എന്താണ്? മതാതീതമായ മാനുഷികത്തിൻ്റെ സത്തയെ ഉൾക്കൊള്ളുന്ന മനുഷ്യത്വപരമായ വിശ്വദർശനമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചത് എന്നതാണ്. അതിനെ സനാതന തത്വത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിലാക്കാൻ നിന്നാൽ അത് ഗുരുവിനോട് ചെയ്യുന്ന വലിയ നിന്ദയാവും. എന്നാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ അദ്ദേഹം ജനിച്ചു ജീവിച്ച സഹസ്രാബ്ദത്തെയും കടന്ന് ലോകത്തിനാകെ വെളിച്ചം പകരുകയാണ്. അതിലുണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്വം. ആ യുഗപ്രഭാവൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് നടത്തപ്പെടുന്ന ശിവഗിരി തീർത്ഥാടനവും അങ്ങനെ മഹത്വമാർജിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ശിവഗിരി തീർത്ഥാടനം? ഇക്കാര്യത്തിൽ ഗുരുവിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ശ്രീബുദ്ധൻ്റെ അഷ്ടാംഗമാർഗം പോലെ 8 കാര്യങ്ങൾ ഗുരുവും നിർദ്ദേശിക്കുകയുണ്ടായി. വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, സാങ്കേതിക പരിശീലനം. ഇങ്ങനെ 8 കാര്യങ്ങളാണ് ഓരോ ശിവഗിരി തീർത്ഥാടകനും ലക്ഷ്യമായി കരുതേണ്ടത് എന്ന് ഗുരു പറഞ്ഞു. അപ്പോൾ അത് സ്വസമുദായത്തിൻ്റെ അഭിവൃദ്ധി മാത്രമല്ല, സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനമാണ് ഗുരു ലക്ഷ്യമാക്കിയത്. അറിവ് നേടാനും സാമ്പത്തികമായി സ്വാശ്രയത്തിലെത്താനുമാണ് ഗുരു ഉപദേശിച്ചത്. സാങ്കേതിക ജ്ഞാനമടക്കം നേടണമെന്ന് അന്നേ ഗുരു പറഞ്ഞു. എത്ര വലിയ ദീർഘദർശിത്വമാണ് അതിലുള്ളത്! ഗുരു ചൂണ്ടിക്കാണിച്ച പാതയിൽ സഞ്ചരിക്കാനാണ് കേരളം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതോടൊപ്പം കാർഷിക രംഗം സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാവുന്ന മേഖലകളെല്ലാം ആ രീതിയിലേക്ക് ഉയർത്താനുള്ള ശ്രമം നടക്കുന്നു. നാളെ മുതൽ മാലിന്യനിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുള്ള വലിയ തോതിലുള്ളൊരു ക്യാമ്പയിൻ നാടാകെ ഏറ്റെടുക്കുകയാണ്. മഹാനായ ഗുരു ശുചിത്വത്തിന് ഏറ്റവും അധികം പ്രാധാന്യമാണ് കൽപ്പിച്ചത്. വിദ്യാഭ്യാസവും വ്യവസായവും തമ്മിലുള്ള ജൈവികമായ ബന്ധം രൂപപ്പെടുത്തി നാം മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഗുരു തെളിച്ച
പാതയിലൂടെ മുന്നേറാനാണ് കേരളം ശ്രമിക്കുന്നത് എന്ന് കാണാൻ നമുക്ക് കഴിയും. മനുഷ്യത്വത്തിൻ്റെ മഹത്തായ സന്ദേശം ലോകത്താകെ പടർത്തിയ തീർത്ഥാടന കേന്ദ്രമാണ് ശിവഗിരി. കാലത്തിൻ്റെയും ലോകത്തിൻ്റെയും മനുഷ്യ മനസ്സുകളുടെയും ഇരുളടഞ്ഞ കോണുകളിലേക്കാണ് വെളിച്ചം ശിവഗിരിയിൽ നിന്ന് പടർന്നു കയറിയത്. ആ വെളിച്ചം കാലത്തെ മാറ്റിയെടുത്തു, ലോകത്തെ മാറ്റിയെടുത്തു, മനുഷ്യ മനസ്സുകളെയും മാറ്റിയെടുത്തു. ജാതിക്കും മതത്തിനും എല്ലാവിധ വർഗീയ ചേരിതിരിവുകൾക്കും അതീതമായ മഹത്വപൂർണമായ ആ സന്ദേശം ഉൾക്കൊള്ളാൻ വർഷം തോറും കൂടുതൽ കൂടുതൽ പേർ ശിവഗിരിയിലേക്ക് എത്തുന്നു. സത്യത്തിൽ ശിവഗിരി തീർത്ഥാടനം പൂർണ്ണമാവുന്നത് ശിവഗിരിയിലേക്ക് പതിനായിരക്കണക്കിന് ആളുകൾ ഒഴുകി എത്തുന്നിടത്തല്ല, മറിച്ച് ഇവിടേക്ക് എത്തുന്ന പതിനായിരങ്ങൾ ശ്രീനാരായണ ഗുരുവിൻ്റെ കാരുണ്യപൂർവമായ മഹാസന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നവരായി മാറണം. അവ ഉൾക്കൊണ്ട് മടങ്ങിപ്പോയി സ്വന്തം ജീവിതത്തിലും പൊതുജീവിതത്തിലും പകർത്തുന്നവരാവണം. ശിവഗിരിയിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ വർഷം തോറും തീർത്ഥാടകരായി എത്തേണ്ടത് നല്ല കാര്യം തന്നെയാണ്. ഇത് അതോടൊപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ മഹാസന്ദേശം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അവരെ ആകെ ഉൾക്കൊള്ളിക്കാനുള്ള തീവ്രമായ ശ്രമവും ഇതോടൊപ്പം നടക്കേണ്ടതായിട്ടുണ്ട്. ഗുരു സന്ദേശം ഉൾക്കൊള്ളുന്നതിൽ ശ്രദ്ധ വയ്ക്കാതെ നടത്തുന്ന തീർത്ഥാടനങ്ങൾ പൊള്ളയായ ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമായി തരം താണു പോകും. അന്ധമായ ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരെയായിരുന്നു ഗുരു എന്നും പ്രവർത്തിച്ചു പോന്നിരുന്നത്. അത്തരമൊരു പശ്ചാത്തലത്തിൽ പൊള്ളയായ ആചാരം ഗുരു നിന്ദിയായി മാറും. അതുണ്ടാവാതിരിക്കാനാണ് ഗുരുവിൻ്റെ മഹത്വമാർന്ന സന്ദേശങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നവരാവണം ഓരോ തീർത്ഥാടകനും ആ തീർത്ഥാടകരുടെ യാത്രയും എന്ന് ഉറപ്പുവരുത്തൽ. ഇവിടെയാണ് എന്തായിരുന്നു യഥാർത്ഥ ഗുരു സന്ദേശം എന്നത് പരിശോധിക്കേണ്ടത്. അവിടെ നാം കാണാൻ കഴിയുക മനുഷ്യസ്നേഹമായിരുന്നു ഗുരുവിൻ്റെ സന്ദേശം. ആ സ്നേഹത്തിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ വേർതിരിവില്ല. അത്തരം വേർതിരിവുകൾ കൽപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് ഗുരു സഹിക്കുമായിരുന്നില്ല. അങ്ങനെയുള്ള ഗുരുവിനെ തന്നെ ജാതിയുടെയോ മതത്തിൻ്റെയോ വേലികെട്ടി അതിനുള്ളിൽ പ്രതിഷ്ഠിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാലോ അതിൽ കവിഞ്ഞ ഗുരു നിന്ദയുണ്ടാവാനില്ല. അക്കാര്യം നാം ഓർമ്മിക്കേണ്ടതുണ്ട്. ഓർമ്മിച്ചാൽ മാത്രം പോരാ, അത്തരം ശ്രമങ്ങൾക്കെതിരായി നല്ല ജാഗ്രത പുലർത്തുകയും വേണം. ആ ജാഗ്രതയുണ്ടായില്ലെങ്കിൽ ഗുരു എന്തിനൊക്കെ വേണ്ടി നിലക്കൊണ്ടോ അതിനൊക്കെ എതിരായ പക്ഷത്തേക്ക് ഗുരുവിനെ തട്ടിയെടുത്ത് കൊണ്ടുപോയി പുനഃപ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങളുണ്ടാവും. ഗുരു എന്തിനൊക്കെ എതിരെ പൊരുതിയോ അതിൻ്റെയൊക്കെ വക്താവായി ഗുരുവിനെ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടാവും. അതുണ്ടായിക്കൂടാ. അത്തരം ദുർവ്യാഖ്യാനങ്ങൾ അനുവദിക്കില്ല എന്ന് ഉറച്ച് പ്രഖ്യാപിക്കാൻ കഴിയണം. സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ശ്രീനാരായണ ഗുരുവിനെ കേവലം ഒരു മതനേതാവായി അല്ലെങ്കിൽ മതസന്യാസിയായി കുറച്ച് കാണിക്കാനുള്ള ശ്രമങ്ങളെ തിരിച്ചറിയണം. ഗുരുവിന് മതമില്ല എന്ന് മനസ്സിലാക്കണം. ഗുരുവിന് ജാതിയില്ല എന്ന് മനസ്സിലാക്കണം. ലോകത്ത് മനുഷ്യരായി പിറന്ന മുഴുവൻ ആളുകൾക്കും എല്ലാ കാലവും ഗുരുവായിരിക്കേണ്ട ഒരു മഹാവ്യക്തിത്വത്തെ നമ്മുടെ പരിമിതമായ കാഴ്ചവട്ടത്തിനുള്ളിലെ ഒരു ജാതിയിലോ മതത്തിലോ ആയി തളച്ചിടുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കണം.
ഗുരുവിൻ്റെ ജാതി എന്താണ് എന്ന് ഒരാൾ ഒരിക്കൽ ഗുരുവിനോട് തന്നെ ചോദിക്കുകയുണ്ടായി. അതിന് ഗുരു കൃത്യമായി മറുപടി പറഞ്ഞു. ചരിത്രം കൃത്യമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗുരുവിൻ്റെ വാചകം അതേ രീതിയിൽ ഞാൻ ഉദ്ധരിക്കുകയാണ്. നാം ജാതിഭേദം വിട്ടിട്ട് ഇപ്പോൾ ഏതാനും വത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ചില പ്രത്യേക വിഭാഗക്കാർ നമ്മെ അവരുടെ വിഭാഗത്തിൽപ്പെട്ടവനായി വിചാരിക്കുന്നു. അക്കാരണത്താൽ പലർക്കും നമ്മുടെ വാസ്തവത്തിന് വിരുദ്ധമായ ധാരണക്കിടവന്നിട്ടുണ്ടെന്നും അറിയുന്നു. നാം ഒരു പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല. ഈ വസ്തുത പൊതുജനങ്ങളുടെ അറിവിലേക്കായി പ്രസിദ്ധം ചെയ്തിരിക്കുന്നു. ഇതാണ് ഗുരുവിൻ്റേതായി ചരിത്രം അടയാളപ്പെടുത്തിയിട്ടുള്ള വാക്കുകൾ. ഒരു സംശയത്തിനും ആ വാക്കുകൾ പഴുതു നൽകുന്നില്ല. എന്നിട്ടും ഗുരു മതാചാര്യനാണെന്ന് പറഞ്ഞാലോ? ഇക്കാര്യങ്ങളിൽ അന്തിമമായി ഗുരുവിൻ്റെ സ്വന്തം വാക്കുകളുണ്ടല്ലോ. അപ്പോൾ വ്യാഖ്യാനിക്കാൻ വ്യാഖ്യാതാക്കളായി നടിച്ച് ആരും പുതിയ ഭാഷ്യവുമായി ഇറങ്ങേണ്ടതില്ല എന്നാണ് പറയാനുള്ളത്. സർവമത സമ്മേളനത്തെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചല്ലോ. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനാണ് ഈ സമ്മേളനം എന്ന് സമ്മേളന പന്തലിൽ എഴുതി വെച്ചു. എന്താണ് അതിനർത്ഥം? മതങ്ങൾ തമ്മിൽ കലഹിക്കരുത്, വാദിച്ച് കലഹിക്കരുത് എന്നത് തന്നെ. പല മതസാരവും ഏകം എന്ന് പഠിപ്പിച്ച ഗുരു ഇങ്ങനെ ചെയ്തില്ലെങ്കിലല്ലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. അങ്ങനെയുള്ള ഗുരുവിൻ്റെ സ്മൃതി തുടിച്ചു നിൽക്കുന്ന പവിത്രമായ സ്ഥലമാണ് ശിവഗിരി. ആ ശിവഗിരി എന്നും എല്ലാവർക്കും അവകാശപ്പെട്ടതായി തന്നെ തുടരണം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്നതായിരുന്നല്ലോ ഗുരുവിൻ്റെ സങ്കല്പം. അരുവിപ്പുറമായാലും ചെമ്പഴന്തിയായാലും ശിവഗിരിയായാലും ഗുരുവുമായി ബന്ധപ്പെട്ട ഏത് സ്ഥാനവും സ്ഥാപനവും എല്ലാവർക്കുമായി എന്നും തുറന്നിരിക്കണം. ആ ആശയത്തിൻ്റെ അനുരണനങ്ങൾ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ഉണ്ടാകണം. ലോകമാകെ ശ്രദ്ധിക്കുന്ന മാതൃകാസ്ഥാനമായി ഈ നാട് തന്നെ മാറിത്തീരണം. ഒരു വശത്ത് സാമുദായികമായ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെയുള്ള പ്രവർത്തനം, മറുവശത്ത് മദ്യപാനം പോലുള്ള ദുസ്വഭാവങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനം, ഇനിയും ഒരു വശത്ത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയും സ്വാശ്രയത്വത്തിന് വേണ്ടിയുമുള്ള പ്രവർത്തനം. ഈ മൂന്ന് പ്രവർത്തന പദങ്ങളെ ശ്രീനാരായണ ഗുരു സമന്വയിപ്പിച്ചു. ഇത് കാണാതെ ഗുരുവിനെ ആത്മീയതയുടെ അന്വേഷകൻ മാത്രമായി പരിമിതപ്പെടുത്തി കാണരുത്. ഏകാന്തമായ ഏതോ ഗുഹയിൽ പോയിരുന്ന് ജീവിതാന്ത്യം വരെ പ്രാർത്ഥിക്കുകയല്ല, മറിച്ച് ഈ സമൂഹത്തെ മാറ്റിമറിക്കാൻ സന്ദേശങ്ങൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും ഗുരു ഇടപെടുകയായിരുന്നു. പ്രാർത്ഥനയല്ല, പ്രവൃത്തിയെ സാമൂഹ്യ മാറ്റം വരുത്തൂ എന്ന് ഗുരു പഠിപ്പിക്കുകയായിരുന്നു. സംഘടന കൊണ്ട് ശക്തരാകണം എന്ന മുദ്രാവാക്യം അക്കാലത്ത് എത്രമാത്രം പുരോഗമനപരമായിരുന്നു എന്നോർക്കുക. ഇക്കാലത്തും അത് വലിയ പ്രസക്തിയുള്ളതാണ്. മറ്റൊരു ഗുരുവും ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നതും നാം ഓർക്കണം. വടക്ക് തീയ മഹാസഭ, തെക്ക് ഈഴവ മഹാസഭ, ഇതെല്ലാമുള്ള ഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹം നേതൃത്വം കൊടുത്തുള്ള സംഘടനയ്ക്ക് രൂപം നൽകുന്നത്. ആ സംഘടനയ്ക്ക് അദ്ദേഹം ജാതിപ്പേരല്ല നൽകിയത്. അവകാശങ്ങൾക്ക് വേണ്ടി സംഘടിക്കണമെന്നല്ലാതെ മറ്റു വിഭാഗങ്ങൾക്കെതിരെ സംഘടിക്കണമെന്നല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നതും നാം മനസ്സിലെപ്പോഴും സൂക്ഷിക്കേണ്ടതാണ്. മാനവികതയുടെ
മഹാസന്ദേശമാണ് ഗുരു നൽകിയത്. ജാതീയതയുടെ സങ്കുചിത സന്ദേശമല്ല. അയിത്തത്തിൻ്റെ രൂക്ഷതയ്ക്കെതിരായി ഗാന്ധിജി തൻ്റെ ഹരിജൻ എന്ന പ്രസിദ്ധീകരണത്തിൽ ലേഖനമെഴുതിയതിന് പിന്നിൽ പോലും ശ്രീനാരായണ ചിന്തകളുടെ സ്വാധീനമുണ്ട് എന്ന് നാം കാണേണ്ടതാണ്. കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിൽ അയിത്തോച്ചാടന പ്രമേയം വന്നതുപോലും ശ്രീനാരായണ ഗുരുവിൻ്റെ സ്വാധീനം കൊണ്ടാണ്. ആ പ്രമേയം അവതരിപ്പിച്ച ടി.കെ. മാധവന് അതിനുവേണ്ട ഊർജം ലഭിച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ ചിന്തകളിൽ നിന്നാണ്. ജാതിഭേദവും മതദ്വേഷവുമില്ലാത്ത ഒരു കേരളത്തെയാണ് ശ്രീനാരായണ ഗുരു സ്വപ്നം കണ്ടത്. സഹോദരങ്ങളായി എല്ലാവരും പാർക്കുന്ന മാതൃകാസ്ഥാനമായാണ് അദ്ദേഹം നാടിനെ സങ്കല്പിച്ചത്. അത് സാക്ഷാത്കരിക്കാനുള്ള ശ്രമങ്ങളെ ദുർബലപ്പെടുത്താനുള്ള നീക്കം ഒരു ഭാഗത്തു നിന്നും ഉണ്ടായിക്കൂടാ. അങ്ങനെ ഉണ്ടായാൽ അതിനെ ചെറുത്തു തോൽപ്പിക്കും എന്ന ദൃഢപ്രതിജ്ഞയോടെ വേണം ഇവിടെ എത്തുന്ന ഓരോ തീർത്ഥാടകനും മടങ്ങുന്നത്. എന്നാൽ മാത്രമേ ശിവഗിരി തീർത്ഥാടനം അർത്ഥപൂർണമാവുകയുള്ളൂ എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ മഹാസമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. 92ാമത് ശിവഗിരി തീർത്ഥാടനം നടക്കുന്ന ഈ സന്ദർഭം ചരിത്രപ്രധാനമായ കേരളത്തിലെ 2 സംഭവങ്ങളുടെ 100ാം വാർഷികവും കൂടി ചേരുന്നതാണ്. ഒന്ന്, സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിലെ ഇന്ത്യാ ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമായ വൈക്കം സത്യാഗ്രഹമാണെങ്കിൽ, 2, ലോകത്താദ്യമായി ഒരു സർവമത സമ്മേളനം പലമതസാരവും ഏകമെന്നൊരു സന്ദേശത്തിലൂടെ വിളിച്ചു ചേർക്കപ്പെട്ടതിൻ്റെ 100ാം വാർഷികവും. ഈ 2 മഹത്തായ ദൗത്യങ്ങളുടെയും സന്ദേശവാഹകനായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന പോലെ ശ്രീനാരായണ ഗുരുദേവൻ എന്ന കാര്യം നാം ഓർക്കും. വൈക്കം സത്യാഗ്രഹത്തിൽ പ്രധാനമായും ഗുരുവിനെ റിക്ഷയിൽ വരുമ്പോൾ തടഞ്ഞ സംഭവമാണ് ടി.കെ. മാധവനെ പ്രകോപിപ്പിച്ചതും വൈക്കം സത്യാഗ്രഹത്തിലേക്ക് എത്താൻ ഇടവന്ന സാഹചര്യങ്ങൾ സംജാതമായി. ആ സമരവുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായ 603 ദിവസക്കാലം നീണ്ടുനിന്ന പോരാട്ടം നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള പോരാട്ട ചരിത്രത്തിലെ അവിസ്മരണീയമായ മുഹൂർത്തമായി മാറി എന്ന കാര്യം നമുക്കറിയാം. അതേപോലെ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന രൂപത്തിൽ ലോകചരിത്രത്തിൽ ആദ്യമായി പലമതസാരവും ഏകമെന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടുള്ള ഗുരു വിളിച്ചു ചേർത്ത ആലുവ അദ്വൈതാശ്രമത്തിലെ മഹാസമ്മേളനം, സർവമത സമ്മേളനം. ഈ ഘട്ടത്തിൽ നടക്കുന്ന ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടെടുക്കുമ്പോൾ നമുക്കെല്ലാം അറിയാം, ഞാൻ വരുന്ന കോട്ടയത്തെ നാഗമ്പടം ക്ഷേത്രത്തിലെ തേനാമ്പിൻ ചൂട്ടിൽ ഗുരു ധ്യാനിക്കുന്ന ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഗുരുവിനെ സന്ദർശിച്ച് വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരും അതുപോലെ കിട്ടൻ റൈറ്ററും ശ്രീനാരായണ തീർത്ഥ സ്വാമികളും ശാന്തിയും അതുപോലെ കുഞ്ചുവും എല്ലാം ചേർന്ന് ഈ തീർത്ഥാടനത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ആശയത്തിന് രൂപം കൊടുക്കുന്നു. അത്തരമൊരു സന്ദേശമുയർത്തി ആദ്യം 5 പേരടങ്ങുന്ന പദയാത്രയിലൂടെ തുടക്കം കുറിച്ച പദയാത്ര ആദരണീയനായ മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ 8 കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് മഹത്തായ ഒരു സന്ദേശമാണ് ശിവഗിരി തീർത്ഥാടനത്തിന് ഇറങ്ങുന്നത്. ആ തീർത്ഥാടനത്തിന് 92ാമത് തീർത്ഥാടന സമ്മേളനം നടക്കുമ്പോൾ 2 സുപ്രധാനമായ പ്രസംഗങ്ങളിലൂടെ ഉണ്ടായി. അതിലൊന്ന് സച്ചിദാനന്ദ സ്വാമികൾ സൂചിപ്പിക്കപ്പെട്ട 2 ആശയങ്ങളാണ്. അതിലൊന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ദുർമന്ത്രവാദങ്ങളുടെയും എല്ലാം ഉള്ളടക്കം അതിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അതിന് വിരാമമിടാൻ കഴിയുന്ന രൂപത്തിൽ നാം മുന്നോട്ട് വരണമെന്ന അദ്ദേഹത്തിൻ്റെ ആഹ്വാനം അങ്ങേയറ്റം അഭിനന്ദനാർഹവും സ്വാഗതാർഹവുമാണ് എന്ന കാര്യം എടുത്ത് സൂചിപ്പിക്കട്ടെ. അതൊരു റവല്യൂഷനാണ്.
ആ റെവല്യൂഷന് തുടക്കം കുറിച്ച 1888 നമുക്കെല്ലാം അറിയാവുന്ന പോലുള്ള അരുവിപ്പുറം പ്രതിഷ്ഠ, ജാതിഭേദം മതദ്വേഷം ഏതുമില്ല സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ഗുരുദേവൻ എഴുതിയ ആ കവിത എത്ര മനോഹരമാണ്, എത്ര ദീർഘവീക്ഷണമാണ്, എത്ര ആശയസമ്പുഷ്ടമാണ്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളുടെ ഈ പുതിയ പ്രഖ്യാപനത്തിലേക്കുള്ള വഴി അദ്ദേഹം പറഞ്ഞു. ശ്രീനാരായണ ക്ഷേത്രങ്ങളിൽ കുപ്പായം ധരിച്ച് ഷർട്ട് ധരിച്ച് പ്രവേശിക്കരുതെന്ന നിലപാടുള്ള, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിലും അത്തരം ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ നിശ്ചയമായും സച്ചിദാനന്ദ സ്വാമികളുടെ ആ പുതിയ പ്രഖ്യാപനം ഒരു പുതിയ വെളിച്ചം വീശുന്നതാണ്. ആ നിലയ്ക്ക് നമുക്കതിനെ സ്വാഗതം ചെയ്യാം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. അതേപോലെ തന്നെയാണ് സമാരാധ്യനായ മുഖ്യമന്ത്രി ഇന്നിവിടെ നടത്തിയ പ്രൗഢഗംഭീരമായ പ്രഭാഷണം. ആ പ്രഭാഷണത്തിൽ എന്തായിരുന്നു ഗുരുദർശനം? ആ ഗുരുദർശനത്തിൻ്റെ അർത്ഥപൂർണമായ നിലയിലേക്ക് അദ്ദേഹം വിരൽ ചൂണ്ടുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച ജാതിഭേദം മതദ്വേഷം ഏതുമില്ല സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നു ഗുരു ആലേഖനം ചെയ്ത ആ മഹത്തായ കാവ്യഭാവനയുടെ സന്ദേശങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ സനാതന ഹിന്ദുധർമ്മം എന്ന് വിശേഷിക്കപ്പെടുന്ന ആ വാദത്തിൻ്റെ പൊള്ളത്തരത്തിൽ എത്ര വലിയ രൂപത്തിലാണ് ആ കവിത സന്ദേശം, ആ കാവ്യഭാവന വെളിച്ചം വീശുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം കൃത്യമായി അടയാളപ്പെടുത്തി ചാതുർവർണ്ണ്യത്തിൽ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക സാമൂഹിക സാഹചര്യത്തിൻ്റെ പിറവി ഇതിലുദയം ചെയ്ത് എന്ന ഉള്ളടക്കം അദ്ദേഹം നല്ല ഭംഗിയായി അനാവരണം ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ ആ കാവ്യഭാവനയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ചാൽ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ദീർഘവീക്ഷണത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ ലോകചക്രവാള സീമകളിൽ പ്രതിഫലിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിശ്ചയമായും അദ്ദേഹം ഒന്നൊന്നായി ചാതുർവർണ്ണ്യത്തിൽ അധിഷ്ഠിതമായ സാമ്പത്തിക സാമൂഹിക സാഹചര്യത്തിൻ്റെ തെറ്റായ വശങ്ങളും അതിൻ്റെ പൊള്ളത്തരങ്ങളും പൊളിച്ചടുക്കിയെന്ന് മാത്രമല്ല, ആ സനാതന ഹിന്ദുധർമ്മത്തിൻ്റെ വാദങ്ങളെയും പൊളിച്ചുമാറ്റി ശ്രീനാരായണ ധർമ്മം ഉയർത്തിപ്പിടിക്കുന്ന രൂപത്തിലേക്ക് ആ സന്ദേശം എത്തി. നമുക്കത് ശിരസാ വഹിക്കാം. അതാണ് ഈ സന്ദർഭത്തിൽ നമുക്കെല്ലാം ഏറ്റെടുക്കാം. ഇവിടെ നമ്മുടെ ഈ ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഇത്തരം സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വർത്തമാനകാല ഇന്ത്യയിൽ ആഗോളതലത്തിലും വളർന്നു വരുന്ന ദേശങ്ങളും തമ്മിലുള്ള സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ, വലിയ രൂപത്തിൽ പിറന്ന നാടിൻ്റെ അല്ലെങ്കിൽ ജന്മനാടിൻ്റെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടുന്ന പലസ്തീൻ ജനതയുടെ മേൽ കടന്നാക്രമണം നടത്തുന്ന ഇസ്രായേലിനെയും ആ യുദ്ധം ഒരുപക്ഷെ ലെബനിലേക്കും ഇറാനിലേക്കും അതേപോലെ തന്നെ സിറിയയിലേക്കുമെല്ലാം വ്യാപിക്കുമ്പോൾ വലിയ രൂപത്തിൽ സംഘർഷഭരിതമായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഗുരുവിൻ്റെ ദർശനങ്ങളും ആ സന്ദേശങ്ങളും എത്ര മഹത്തരമാണ്, എത്ര വിപുലമാണ്, വിശാലമാണ്. അതുതന്നെ വർത്തമാനകാല ഇന്ത്യയുടെ ചില മേഖലകളിൽ ജാതിയുടെ, മതത്തിൻ്റെ, വർണ്ണത്തിൻ്റെ, വർഗത്തിൻ്റെ, ആചാരത്തിൻ്റെ, അനുഷ്ഠാനത്തിൻ്റെ, പ്രദേശത്തിൻ്റെ, ഭാഷയുടെ പേരിൽ ഉയർന്നു വന്ന് അന്യോന്യം അങ്കക്കോടുകളെ പോലെ ആഞ്ഞെടുക്കുന്ന സാമൂഹ്യ അന്തരീക്ഷത്തിൽ നിശ്ചയമായും നമുക്ക് ഈ ശിവഗിരി തീർത്ഥാടന കാലഘട്ടത്തിൽ ഗുരുവിൻ്റെ ദർശനങ്ങൾ ഉയർത്തിപ്പിടിച്ച് അത്തരത്തിലുള്ള എല്ലാ അറബ സംസ്കാരത്തിൻ്റെയും നീക്കത്തിനെതിരെ, വിഭാഗീയ വിധ്വംസക വിശദീകരണ വാസനകൾക്കെതിരെ വിരാമമിടാൻ കഴിയുന്ന സന്ദേശമായി ഈ സന്ദേശം ഉയർത്തിപ്പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അതായിരിക്കണം ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ സന്ദേശം. അതുകൊണ്ട് മതങ്ങൾക്കതീതമായി ഞാൻ എല്ലായ്പ്പോഴും സൂചിപ്പിക്കുന്ന കാര്യമാണ് നമ്മുടെ വയലാർ രാമവർമ്മ ഗുരുവിനെക്കുറിച്ച് എഴുതിയ മഹത്തായ കാവ്യഭാവനകൾ. ആ കാവ്യഭാവനകളെ ഉരുവിട്ടുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗങ്ങൾ അവസാനിപ്പിക്കുന്നു. മതങ്ങൾക്കതീതമായി മനുഷ്യൻ മറ്റാരും ഈ മധുരാക്ഷരമന്ത്രം ചൊല്ലിയില്ലിന്നേ വരെ. മരണം മരണം എന്നോർമ്മിപ്പിക്കും മതം ആ ഗുരുവിൻ്റെ ശബ്ദത്തിൽ നടുങ്ങിപ്പോയി. കർമ്മത്തിൽ നിന്നും ധർമ്മചൈതന്യം വിളയിച്ച നമ്മുടെ ജന്മാന്തര സഞ്ചിത സംസ്കാരങ്ങൾ ആ ശിവഗിരി കുന്നിൽ കത്തിച്ച വിളക്കത്ത് വിശ്വസൗഹാർദ്ദത്തിൻ യജ്ഞമൊന്നാരംഭിച്ചു. മനുഷ്യത്വത്തെ തള്ളിപ്പറഞ്ഞ മതങ്ങൾ ഈ മണൽത്തട്ടിൽ നിലത്തെഴുത്തിന്നിരുന്നപ്പോൾ വടിയും കുത്തിച്ചെല്ലും ആ കർമ്മയോഗീന്ദ്രന്റെ മിഴികളിൽ
വിശ്രമം കൊണ്ടു വിശ്വം. 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് എല്ലാ ഭാവങ്ങളും നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.